ക്രോസ് കൾച്ചറൽ കോമ്പറ്റൻസ് CCC എന്ന് പറയുന്ന ഒരു കോമ്പറ്റൻസിന്റെ ഒരു സ്കില്ലുണ്ട്. നമുക്കൊക്കെ വേണ്ട സംഗതിയാണ്. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഈ സ്കിൽ ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ ജോലി സ്ഥലത്ത് നിലനിൽക്കാൻ പറ്റുള്ളൂ. CCC ക്രോസ് കൾച്ചറൽ കോമ്പറ്റൻസ് മറ്റുള്ള കൾച്ചറുകളെ അറിയാനും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അവരോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനും പറ്റുന്ന രീതിയിൽ നമ്മളെ പരിഷ്കരിച്ചെടുക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. വിവിധ തരത്തിലുള്ള കൾച്ചറുള്ള ആളുകളുമായിട്ട് ജീവിക്കേണ്ടി വരും. നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ അവിടെ എത്ര തരത്തിലുള്ള ആളുകളുണ്ടാവും. ദുബായി പോയി ജോലി ചെയ്യുമ്പോൾ, അതേ പുറത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവില്ലേ, അമേരിക്കക്കാരുണ്ടാവും, അവിടെ ബ്രിട്ടീഷുകാരുണ്ടാവും, അയർലൻഡുകാരുണ്ടാവും, പിന്നെ പാകിസ്ഥാനികളുണ്ടാവും, ബംഗ്ലാദേശികള്, ശ്രീലങ്കക്കാര്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളുണ്ടാവും. അവരുടെ രീതികളൊക്കെ വ്യത്യാസമല്ലേ, അവരുടെ ഭക്ഷണ രീതി, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ ഭാഷ ഒക്കെ വ്യത്യാസമല്ലേ. ഭക്ഷണം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട സമയം. അത് ഇപ്പൊ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നടക്കുന്നില്ലേ. നമ്മൾ പറയുന്നത് എല്ലാ കൾച്ചറുകളെയും സ്നേഹിക്കാൻ പഠിക്കണം, അവരുടെ ബെസ്റ്റ് കാര്യങ്ങൾ എടുക്കണം അല്ലേ. നമ്മളൊരു ഹോട്ടലിൽ കയറി വെജിറ്റേറിയൻ ആയിരിക്കും നമ്മൾ, അപ്പുറത്ത് ഒരുത്തൻ ചിക്കൻ കടിച്ചു പൊരിക്കുന്നു, അപ്പൊ വെജിറ്റേറിയൻകാരൻ അവന് പോകുന്നത് ചിക്കൻ ചത്ത ജീവിയുടെ ഭക്ഷണം എന്ന് പറയേണ്ട കാര്യമില്ല. അയാൾ തിരിച്ചു സാമ്പാർ എന്ന് പറയണ്ട. അത് ഞാനൊരു ഡയലോഗ് പഠിപ്പിച്ചു തരാം. ഇത് അയാളുടെ കാലമല്ലേ എന്ന് പറഞ്ഞിട്ടൊരു ട്രോൾ മീം ഇറങ്ങിയിട്ടില്ലേ, ഇത് അയാളുടെ കാലമല്ലേ അല്ലേ. പലപ്പോഴും കോളേജിലൊക്കെ പോയി എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ഇത് അയാളുടെ കാലമല്ലേ എന്ന് പറഞ്ഞൊക്കെ. അതേപോലെ നമ്മളിത് ഏറ്റെടുക്കുക. ഇത് അയാളുടെ ഭക്ഷണമല്ലേ, ഇത് അയാളുടെ രീതിയല്ലേ, ഇത് അയാളുടെ ആചാരമല്ലേ, അയാളുടെ കൾച്ചറല്ലേ, അത്രേ ഉള്ളൂ. അതിനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് ഈ സാധനം ഉണ്ടാവും, എന്ത് CCC ക്രോസ് കൾച്ചറൽ കോമ്പറ്റൻസി. ആ കോമ്പറ്റൻസ് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ക്യാമ്പസിൽ നിന്ന് ഉണ്ടാക്കണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി പലപ്പോഴും ക്യാമ്പസിൽ ഇപ്പോഴും ഉണ്ട്, പണ്ടുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടാവണം. അത് ആക്സെപ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ ഓരോ തരത്തിലുള്ള കല്യാണത്തിന് മുമ്പ് നമ്മുടെ ഒരു പ്രതീക്ഷ ഈ തരത്തിലുള്ള ഫുഡായിരിക്കും അവിടെ, അങ്ങനെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക. ആ ഫുഡ് പ്രതീക്ഷിച്ച് പോകും, അത് കഴിക്കും. അത്ര ഭക്ഷണത്തിൽ നിന്നും വ്യത്യസ്തത, എന്താ പറയാ, വ്യത്യസ്തത ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയാണ് വേണ്ടത്. അവിടെ പോയാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടും. എല്ലാ തരത്തിലുള്ള ഭക്ഷണം കഴിക്കണേ. ഇനി കഴിക്കുന്നവരെ മുടക്കം വേണ്ട, അവര് കഴിക്കട്ടെ. ഓരോരുത്തരുടെയും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും, ഒരു രീതികളുണ്ടാവും, ഓരോ കൾച്ചർ ഉണ്ടാവും. ആ കൾച്ചറിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ സംഗതി ഒരു കോളേജിൽ പറഞ്ഞു. അപ്പോ അതിൽ വീഡിയോയുടെ ക്ലാരിറ്റി കുറച്ച് കുറവ്, സൗണ്ടിന്. എന്തായാലും ഞാൻ ഇതിന്റെ കൂടെ ആ വീഡിയോ ഇട്ടിട്ട് തരാം കേട്ടോ. ഓക്കെ, കാണണേ. ഇത് അയാളുടെ കാലമല്ലേ, അങ്ങനെ ഡയലോഗ് എടുക്കില്ലേ. അതുപോലെ ഇത് അയാളുടെ ഭക്ഷണമല്ലേ, അതെ അങ്ങനെ. ഇത് അയാളുടെ വസ്ത്ര രീതിയല്ലേ, ഇത് അയാളുടെ അല്ലേ. സാമ്പാർ കുട്ടി അടിക്കണമെന്നും ഉണ്ടാവണം, ചിക്കൻ വലിക്കണമെന്നും ഉണ്ടാവണം. ചിലർ സാമ്പാർ കുട്ടി അടിക്കും. ശരവണഭവൻ എന്തൊരു ഭക്ഷണം, എന്ത് ടേസ്റ്റ്. ബാഹുബലി മീൻസ് ഞാൻ പോകുമ്പോ കട്ടപ്പയായിരുന്നു, പക്ഷെ കഴിഞ്ഞപ്പോ ബാഹുബലി എന്താ ബാഹുബലി ഓർമ്മ. എന്നെ മോനെ ചെറുപ്പത്തിൽ എന്ത് കിട്ടുമ്പോഴേ ഒരു ദിവസം സൈക്കിളിൽ നിന്ന് വീണു ബാഹുബലി. 8 വയസ്സ്. ആ വീണിട്ട് ഞാനൊരു കയ്യിൽ സൈക്കിൾ ഒരു കയ്യിൽ തിരി എടുത്തിട്ട് നടക്കുമ്പോ അവനവിടെ ഉണ്ട് ബാഹുബലി. ഇപ്പൊ ഞാനാണ് ബാഹുബലി. മക്കളെ കൂട്ടണം, അതിന് കോൺഫിഡൻസ് കൂട്ടണം അല്ലേ. ക്രോസ് കൾച്ചറൽ കോമ്പറ്റൻസി. നമുക്ക് സ്നേഹം, എന്താ പറയാ, സ്നേഹത്തെ ഉത്സവമാക്കാം, ആഘോഷിക്കാം, എല്ലാ കൾച്ചറിനെയും ആക്സെപ്റ്റ് ചെയ്യാം.